നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാടശേഖരങ്ങൾ നോക്കി നെടുവീർപ്പിടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൾ ഹക്ക്. തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് 100 മേനി വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബിഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾ ഹക്ക്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ ധീരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തു നിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൗരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനു പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽ പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് തന്റെ കൊച്ചു വഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായച്ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായച്ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയോടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്.
മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവുനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽക്കുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായയ്ക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ് മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരു പിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്. ഒരു കുഞ്ഞു പാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്കു വേണ്ടി മാത്രമല്ല, ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യൻ്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.